നമ്മൾ നമ്മുടെ ഗ്രാമർ സെഷൻസ് ആണ് ഗ്രാമർ പോർഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റൈറ്റിംഗ് പാർട്ടിലേക്ക് കടക്കുകയാണ്. ന്യൂസ് പേപ്പർ റൈറ്റിംഗ് ആൻഡ് ഡയറി എൻട്രി. ഇന്ന് നമ്മൾ രണ്ട് മേജർ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ് ദാറ്റ് ഫോർ ന്യൂസ് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഡയറി എൻട്രി ഉണ്ട്. നമ്മൾ ഡയറി എൻട്രി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ന്യൂസ് റിപ്പോർട്ട് റൈറ്റിംഗ്, ന്യൂസ് റിപ്പോർട്ട്സ് നമുക്ക് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമ്മുടെ എക്സാമിന് വരുന്ന ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കൂൾ എക്സാമിലാണല്ലോ 6 മാർക്ക് 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ്. ഇപ്പോൾ ലോങ് എസ്സേ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട, വളരെ ഫോമാറ്റ് എല്ലാം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു റൈറ്റിംഗ് ആണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ അത് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെഷനിലേക്ക് കിടക്കാം. സോ വാട്ട് ഓൾ തിങ്സ് വി വിൽ ലേൺ ടുഡേ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ സ്റ്റൈൽ എന്താണ്, അതിൻ്റെ ഫോമാറ്റ് എന്താണ്, അതിലെ ലാംഗ്വേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. ലേൺ റിപ്പോർട്ട് ഫോമാറ്റ് അതിനൊരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഫോമാറ്റ് തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫോമാറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇന്ന്. ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. ദെൻ റൈറ്റ് ക്ലിയർ ആൻഡ് ഫാക്ച്വൽ റിപ്പോർട്ട്. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഫാക്ച്വൽ റിപ്പോർട്ട്സ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിക്കുമ്പോൾ, എക്സാമിൽ ചോദിക്കുമ്പോൾ യെസ് ഇറ്റ് ഷുഡ് ബി ഫാക്ച്വൽ റിപ്പോർട്ടിംഗ്. ഫാക്ച്വൽ ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ സബ്ജക്റ്റീവ് തിങ്, ഇറ്റ്സ് എ ഫാക്ച്വൽ തിങ്. ഇപ്പോൾ സബ്ജക്റ്റീവും ഫാക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഫാക്ച്വൽ എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ അതുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല. നോട്ട് ലൈക്ക് അതർ റൈറ്റിങ്സ്, ലെറ്ററിലുള്ള ഉൾപ്പെടെയുള്ള മറ്റ് ഫോമൽ റൈറ്റിങ്സിലൊന്നും ഇപ്പോൾ ഉള്ളതുപോലെയല്ല. ഇവിടെ നമ്മുടെ അഭിപ്രായങ്ങളൊന്നുമല്ല നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, ആ വസ്തുതകളാണ് നമ്മളിവിടെ പറയുന്നത്. ഫാക്ച്വൽ റിപ്പോർട്ട്സ് ആണ്. ഇംപ്രൂവ് ഫോമൽ റൈറ്റിംഗ് സ്കിൽസ്. അടുത്തതായിട്ട് നമ്മുടെ ഫോമൽ റൈറ്റിംഗ് സ്കിൽസ്. ദിസ് ഇസ് എ ഫോമൽ റൈറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോമൽ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സെഷൻ്റെ ലക്ഷ്യം. ഓക്കെ, ഫൈൻ. വാട്ട് ഈസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? അപ്പോൾ എന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ന്യൂസ് പേപ്പർ കാണാത്തവരാരും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അറ്റ്ലീസ്റ്റ് ഓൺലൈൻ വേർഷനെങ്കിലും നിങ്ങൾ വായിക്കാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ശൈലിയുണ്ട്, അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അതെന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് നോക്കാം. എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇസ് എ ഫാക്ച്വൽ അക്കൗണ്ട് ഓഫ് ആൻ ഇവൻറ്റ് റിട്ടൺ ഫോർ എ ന്യൂസ് പേപ്പർ. ഒരു ഫാക്ച്വൽ അക്കൗണ്ട് ഓഫ് ആൻ ഇവൻറ്റ് എന്നതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇറ്റ്സ് നോട്ട് അവർ ഒപ്പീനിയൻ, ഇറ്റ്സ് നോട്ട് വാട്ട് വി സീ. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ സീനിലായിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ഒരു ഏത് വിഷയത്തെക്കുറിച്ചായാലും അതിലെ ഫാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫാക്ട്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കോർ thing of the core process of newspaper reporting. A newspaper report is a factual account of an event written for a newspaper. Newspaper columns in newspaperലേക്ക് വേണ്ടി അതിൻ്റെ വസ്തുത വിവരണങ്ങളാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഫാക്ട്സ്, ടൈം ആൻഡ് പ്ലേസ്, ഡീറ്റെയിൽസ് ഓഫ് ഇവൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. ഇന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. വിഷയം എന്താണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെല്ലാം കാണാം? ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഏത് വിഷയമാണോ അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഫാക്ട്സ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി യുവർ ഗസസ്, യുവർ ഐഡിയാസ്, യുവർ ഒപ്പീനിയൻസ്. ഒന്നും ആയിരിക്കില്ല. അവിടെ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഫാക്ട്സ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. ദെൻ ടൈം ആൻഡ് പ്ലേസ്. എവിടെയാണോ സംഭവിക്കുന്നത്, ഏത് സമയത്താണോ സംഭവിക്കുന്നത്, ആ വിവരണങ്ങൾ, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഇഫ് ഇറ്റ്സ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. ഓക്കെ, ദിസ് ഇസ് 4 most important points that you should remember about newspaper reporting. That important information should be there. Then facts, it should be filled with facts, time and place should be mentioned. Details of the event must be there. So these details must be there in your newspaper report. Okay,
So this features of a newspaper report. ഒരു ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? So this one thing is formal language. It's a formal writing. ഫോർമൽ ലാംഗ്വേജ് ആണ് അതിൽ ഉപയോഗിക്കേണ്ടത്. ഒരു നോട്ട് ലൈക്ക് കാഷ്വൽ ടോക്ക് അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാഷയല്ല, മറിച്ച് ഒരു ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ഫാക്ട്സ് മസ്റ്റ് ബി മെൻഷൻഡ് ക്ലിയർലി ആൻഡ് ദർ ഷുഡ് ബി നോ ആംബിഗ്യൂറ്റി. അങ്ങനെ സംശയങ്ങൾ അല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് വസ്തുതകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ദ ക്ലിയർ ഫാക്ട്സ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ദെൻ പാരഗ്രാഫ് മസ്റ്റ് ബി ഷോർട്ട്, not long, lengthy paragraphs, but short and crisp paragraphs. Okay, the details must be clear, in crystal clear in your short paragraphs. Then proper heading, correct ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. crisp and clear heading must be there. Then objective tone, not a subjective tone. അതായത് നമ്മുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, നമ്മുടെ വീക്ഷണം, നമ്മുടെ മനസ്സിലാക്കൽ, അതൊന്നുമല്ല, മറിച്ച് ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ടോൺ ആയിരിക്കണം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. വസ്തുത അധിഷ്ഠിതമായി വേണം നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുവാൻ, റിപ്പോർട്ടിനെ സമീപിക്കാൻ. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു ഓൾ. ദിസ് ഫീച്ചേഴ്സ് മസ്റ്റ് ബി ദെയർ ഇൻ യുവർ മൈൻഡ്. ദിസ് ഫസ്റ്റ് തിങ്, formal language must be used in your reporting. Then clear facts must be mentioned clearly. Clear ആയിരിക്കണം. There should be no ambiguity. സംശയങ്ങളൊന്നും അല്ല. Then short paragraphs short and crisp, clarity ഉള്ള paragraphs ആയിരിക്കണം. Then proper heading, നല്ല catchy and attractive heading must be there, and an objective tone. This are the key features that you should keep in your mind while you prepare your newspaper report. Hope it's clear. Now the purpose of newspaper report. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ന്യൂസ്പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മുടെ ചോദ്യത്തിന് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. വൈ ആർ യു റൈറ്റിംഗ് ദിസ് റിപ്പോർട്ട്? ഫസ്റ്റ് തിങ്, ഇൻഫോം പീപ്പിൾ. ഓക്കെ, ഒരു ന്യൂസ്പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഈ ന്യൂസ്പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഷെയർ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ദെൻ സ്പ്രെഡ് അവെയർനെസ്, റെക്കോർഡ് ഇൻസിഡൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മുടെ പർപ്പസ്, അല്ലേ? ടു ഇൻഫോം പീപ്പിൾ, ജനങ്ങളെ ആ കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ ഷെയർ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, പ്രധാനപ്പെട്ട ഇവൻറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയായിരിക്കാം. സ്പ്രെഡ് അവെയർനെസ്, ഓക്കെ, എല്ലാവർക്കും അവെയർനെസ്, എല്ലാവരെയും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അവെയർനെസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. ഓക്കെ, ദെൻ റെക്കോർഡ് ഇൻസിഡൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം നമ്മൾ ന്യൂസ്പേപ്പർ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ കീപ് ദിസ് പോയിന്റ് ഇൻ യുവർ മൈൻഡ്. ദെൻ ഫോമാറ്റ് ഓഫ് എ ന്യൂസ്പേപ്പർ റിപ്പോർട്ട്. ഒരു ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്നൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൽ വേണ്ടതെന്ന് ഞാൻ ഇവിടെ ട്വിറ്റർ സ്ക്രീനിൽ കാണിക്കുന്നത്. ഹെഡ്ലൈൻ, ബൈലൈൻ, പ്ലേസ് ആൻഡ് ഡേറ്റ്, ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ദിസ് ആർ ദ ഫോമാറ്റ്. ദിസ് ഇസ് എ ഫോമാറ്റ് ഓഫ് എ ന്യൂസ്പേപ്പർ റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് ഹെഡ്ലൈൻ. സോ വാട്ട്സ് ഹെഡ്ലൈൻ? ഹെഡ്ലൈൻ ഈസ് എ ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ദിസ് ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ ഈസ് എ ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ദിസ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്ക് വീഴുന്നതിൽ ഒരുപക്ഷെ 1 മാർക്ക് വെയിറ്റേജ് പോലും നമ്മുടെ ഹെഡ്ലൈനിന് കിട്ടിയേക്കാം. അത് മോശമായി കഴിഞ്ഞാൽ 1 മാർക്ക് വരെ കുറഞ്ഞു പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ആശയം കിട്ടും, ഇന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഹെഡ്ലൈൻ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വായിക്കുന്ന ആൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ, നമ്മളാണെങ്കിലും നമ്മളൊരു പത്രം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം വായിക്കുന്നത് തലക്കെട്ടാണ്, അല്ലേ? ഹെഡ്ലൈനാണ്. ഹെഡ്ലൈൻ വായിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആ ന്യൂസ് കണ്ടിന്യൂ ചെയ്ത് വായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹെഡ്ലൈൻ വിൽ റീഡ് ആൻഡ് സ്കിപ്പ് ദാറ്റ് പേജ്. സോ ദ ഹെഡ്ലൈൻ മസ്റ്റ് ബി അട്രാക്റ്റീവ് ആൻഡ് ക്യാച്ചി. വായിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഹെഡ്ലൈൻ വേണം നമ്മൾ കൊടുക്കുവാൻ. ഓക്കെ, ഗുഡ് ഹെഡ്ലൈൻസ് ആർ ഷോർട്ട്, ക്യാച്ചി, ക്ലിയർ. എക്സാമ്പിൾ, സ്കൂൾ വിൻസ് സയൻസ് കോമ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ, സ്കൂൾ വിൻസ് സയൻസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നൊരു ഹെഡ്ലൈൻ കൊടുക്കുക.
ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. ആർക്കും അതൊന്ന് വായിച്ചു നോക്കാൻ തോന്നും അല്ലേ? അതേസമയം അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുകയാണെങ്കിൽ നോബഡി വിൽ ബി ഇൻട്രസ്റ്റഡ്. ഓക്കെ, അത് എന്താണ് ഈ താഴെ വരാൻ പോകുന്ന റിപ്പോർട്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പോകുന്ന ആൾക്ക് മനസ്സിലാകണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് ക്ലിയർ. ഓക്കെ, സോ ഷോർട്ട്, ക്യാച്ചി ആൻഡ് ക്ലിയർ. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. സ്കൂൾ വിൻസ് സയൻസ് കോമ്പറ്റീഷൻ. ആ രീതിയിൽ വളരെ ഷോർട്ടായിട്ട് എന്നാൽ വിഷയം പൂർണ്ണമായി വായിക്കാൻ പോകുന്ന ആളുടെ, ആ റിപ്പോർട്ട് വായിക്കാൻ പോകുന്ന ആളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഹെഡ്ലൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാക്കുവാൻ. സോ ദാറ്റ്സ് അബൌട്ട് ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് നമ്മുടെ ഫോർമാറ്റിൽ വേണ്ടതാണ് ബൈലൈൻ. എന്താണ് ബൈലൈൻ? ദ ബൈലൈൻ ടെൽസ് എ നെയിം ഓഫ് ദ റിപ്പോർട്ടർ. ഇവിടെ ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരാണ് ബൈലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഇസ് ഹെഡ്ലൈൻ. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ക്രിസ്പി ആൻഡ് അട്രാക്റ്റീവ്. And next is byline. Byline is the name of the reporter. The byline tells the name of the reporter. Example, by Riya Sharma or whatever. Most probably it might be there in the question. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇന്ന ആളാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ any name can be given. So byline tells about the reporter, who is the reporter, the name of the reporter. Next, after byline, it's place and date. It tells about the place of occurrence and the date of reporting. എവിടെയാണ് ഇത് നടന്നതെന്നുള്ളതിനെക്കുറിച്ചും എന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും പ്ലേസ് ആൻഡ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ ഓർത്തിരിക്കുക. ദിസ് ഈസ് എ ഫോർമാറ്റ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹെഡ്ലൈൻ, ബൈലൈൻ, പ്ലേസ് ആൻഡ് ഡേറ്റ്. ഇത് ഓരോന്നും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇതിൻ്റെ പ്രാധാന്യവും മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. സോ മിനിമം 1 മാർക്ക് is for this. അപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മിസ് ചെയ്താൽ, ഏതെങ്കിലും ഒരെണ്ണം ശരിയാകാതെ പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും നഷ്ടമാകുമെന്ന് ഓർക്കുക. മിനിമം 1 മാർക്ക് വിൽ ബി ലോസ്റ്റ് ആൻഡ് മോർ. ഒന്നിലധികം മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഫൈൻ. ദെൻ മൂവിങ് ടു ദ ബോഡി പാർട്ട് ഓഫ് ദിസ് റിപ്പോർട്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇറ്റ് ഗിവ്സ് ദ മെയിൻ ഇൻഫർമേഷൻ ഫസ്റ്റ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യും. ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഗിവ്സ് എ മെയിൻ ഇൻഫർമേഷൻ ഫസ്റ്റ്. ദ ഇൻട്രൊഡക്ഷൻ ആൻസേഴ്സ് വാട്ട് ഹാപ്പൻഡ്, വെയർ, വെൻ, ഹൂ വാസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കീ ഇൻഫർമേഷൻ വായിക്കാൻ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ കിട്ടേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ കൊടുക്കും. സോ ദിസ് ഗിവ്സ് എ ബ്രീഫ് ഡീറ്റെയിൽസ് അബൌട്ട് ഓൾ ദ തിങ്സ് ലൈക്ക് വാട്ട് ഹാപ്പൻ, വെയർ, വെൻ, ഹൂ വാസ് ഇൻവോൾവ്ഡ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മെൻഷൻ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ഇൻട്രൊഡക്ടറി പാർട്ട്. ദെൻ ദ ബോഡി. അത് കഴിഞ്ഞാണ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ അടുത്ത പാരഗ്രാഫായിട്ട് നമ്മൾ പോകുമ്പോൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവൻറ്റ്, എന്തെല്ലാമാണ് അവിടെ കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, ഡീറ്റെയിൽസ് ഓഫ് ദ ഇവൻറ്റ്, കോസസ് ആൻഡ് ഇഫക്ട്സ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രോം പീപ്പിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഇതെല്ലാം ബോഡി പാർട്ടിൽ വി മേ റൈറ്റ് ഇറ്റ് ഇൻ എ സിംഗിൾ പാരഗ്രാഫ് ഓർ പ്രിഫറബിളി ഇൻ 2 പാരഗ്രാഫ്. രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ടിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവൻറ്റ്, ഇവൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദമായ ഇവൻ്റ് ആണെങ്കിൽ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഒരു പാരഗ്രാഫിൽ കൊടുക്കുന്നു. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ് ആൻഡ് ഇഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ദെൻ അടുത്തൊരു പാരഗ്രാഫായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേറ്റാസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലൈക്ക് സം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്കത് മെൻഷൻ ചെയ്യാം. പിന്നെ അവിടെ ഉള്ള വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ പീപ്പിൾ ഇൻവോൾവ്ഡ്, അതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ സം സ്റ്റേറ്റ്മെൻറ്റ്സ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു മറ്റൊരു പാരഗ്രാഫുമാണ്. അങ്ങനെ 2 പാരഗ്രാഫിലായിട്ട് നമുക്കത് ബോഡി ഫിനിഷ് ചെയ്യാം, ബോഡി കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ദ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്സ്, ഇറ്റ് ഗീവ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ റിപ്പോർട്ട്. റിപ്പോർട്ട് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് സമ്മറി ആയിട്ട് നമ്മളൊരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൂടി കൊടുക്കുന്നു. ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം വന്നു എന്ന് കരുതുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. മറ്റ് ഉള്ള റൈറ്റിങ്ങിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം, ഇൻഫർമേഷൻസ് എല്ലാം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ നമ്മൾ അനുവർത്തിക്കുന്നത്, ഇവിടെ ഫോളോ ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് ദ ഇൻവേർട്ടഡ് പിരമിഡ്. ഇൻവേർട്ടഡ് പിരമിഡ്
റിപ്പോർട്ടിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു. ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് ടുവേർഡ്സ് ദ അതർ പാരഗ്രാഫ്സ്. ഓക്കെ, അടുത്ത പാരഗ്രാഫുകളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർ വായിക്കുക ചെയ്യുകയുള്ളൂ അല്ലേ. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുകയാണെങ്കിൽ തന്നെ ഹെഡ്ലൈൻ ഇഫ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്ക് എല്ലാ നീഡഡ് ഇൻഫർമേഷൻസും അവിടെ ഉണ്ടാവണം. അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മാത്രമേ അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ വായിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നത്. ഹെഡ്ലൈൻ ക്യാച്ചി അട്രാക്റ്റീവ് ആയിരിക്കണം. അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ഇറ്റ് ഗീവ്സ് വാട്ട് ഹാപ്പൻ, വെയർ, വെൻ, ഹൂ ആർ ഇൻവോൾവ്, ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. So the first paragraph, the introductory paragraph tells or gives all the necessary the details about that particular report. Okay, then the body part la nammal koodal details like പോകുന്നു, like statistical informations and this witness reports എല്ലാം നമ്മൾ അടുത്ത പാരഗ്രാഫുകളിൽ കൊടുക്കുന്നു. ആൻഡ് കൺക്ലൂഡിങ്ങിൽ എല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ബോഡി പാർട്ടിൽ ഉണ്ടാകേണ്ടത്. ആൻഡ് ഫോർമാറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഹെഡ്ലൈൻ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക, ഫോളോഡ് ബൈ ദ ബൈ ലൈൻ, പ്ലേസ് ആൻഡ് ഡേറ്റ്. പ്ലേസ് ആൻഡ് ഡേറ്റ് ടെൽസ് അബൌട്ട് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ആൻഡ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, അത് ശ്രദ്ധിക്കുക. ദെൻ ദിസ് ബോഡി വിത്ത് ഇൻട്രൊഡക്ഷൻ ആൻഡ് a proper conclusion. That gives you full marks for your newspaper reporting. അപ്പോൾ ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിൻ്റെ ആശയം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഓഫ് കോഴ്സ് യു മസ്റ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അവൈലബിൾ ഇൻ അവർ ഡെയിലീസ്. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ ലൈക്ക് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത്തരം ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് നിങ്ങളൊന്ന് വായിച്ച് അതിൻ്റെ ശൈലി, അതിൻ്റെ ഭാഷ മനസ്സിലാക്കണം. Now this language style. Language style പറയുമ്പോൾ as we have already mentioned, it's a formal. The use formal language. വളരെ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. The event was organized successfully. Students participated actively. Okay, ഇങ്ങനെയുള്ള ഫോർമൽ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. Then avoid slangs and informal words. Okay, സ്ലാങ്സും ഇൻഫോർമൽ വേർഡ്സും ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിൽ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് വിൽ കട്ട് യുവർ മാർക്സ്, ദാറ്റ് വിൽ റെഡ്യൂസ് യുവർ മാർക്സ്. ഓക്കെ, അതുകൊണ്ട് ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇൻ യുവർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഇസ് യൂസ് പാസ്റ്റ് ടെൻസ് മോസ്റ്റ്ലി. റിപ്പോർട്ടിംഗ് ആണ് അല്ലേ, നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ ആയിരിക്കും എപ്പോഴും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സംടൈംസ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ, ബട്ട് ദാറ്റ് ഇസ് റെയർ കേസസ് ഓൺലി. Most 99% you are going to report something that has occurred. നിങ്ങൾ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് എല്ലായ്പ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. സോ യൂസ് പാസ്റ്റ് ടെൻസ് മോസ്റ്റ്ലി. നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പരമാവധി പാസ്റ്റ് ടെൻസ്, ദാറ്റ് ടു സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ഇൻ തേർഡ് പേഴ്സണിൽ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതും ദിസ് പാസീവ് വോയിസ് ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് പാസീവ് വോയിസിൽ തന്നെ പാസീവ് ഫോം ഓഫ് സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. സോ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് തേർഡ് പേഴ്സൺ റിപ്പോർട്ടിംഗ് വേണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. മെയിൻറ്റെയിൻ സീക്വൻസ് ഓഫ് ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ആദ്യം ഒക്കർ ചെയ്തത് ആദ്യം എന്നുള്ള രീതിയിൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് അത് ശ്രദ്ധിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് വെൻ യു ആർ റിപ്പോർട്ടിംഗ് ഇറ്റ് ആസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, ദെൻ യൂസ് ഷോർട്ട് ആൻഡ് ക്ലിയർ സെൻറ്റൻസ്. ഫോർമൽ ലാംഗ്വേജ്, ഷോർട്ട് ആൻഡ് ക്ലിയർ സെൻറ്റൻസസ്. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റീസ് അല്ല, മറിച്ച് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. ഹൗ ക്യാൻ വി കമ്മ്യൂണിക്കേറ്റ്, ഈ വിഷയം എന്താണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. സോ യൂസ് ഷോർട്ട് ആൻഡ് ക്ലിയർ സെൻറ്റൻസസ്. സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടിപ്സ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് മിക്കവാറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് പേഴ്സൺ
റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സീക്വൻസ് ഓഫ് ഇവൻറ്റ്, ആദ്യം സംഭവിച്ചിരിക്കുന്ന ഏതാണോ അത് ആദ്യം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഷോർട്ട് ആൻഡ് ക്ലിയർ സെൻറ്റൻസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ദെൻ ഒരു സാമ്പിൾ റിപ്പോർട്ടിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രം ഞാനിവിടെ തന്നിരിക്കുന്നു. ഐ എം നോട്ട് ഗിവിങ് ദ ഹോൾ തിങ്സ്. സോ ദിസ് സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേറ്റഡ്. ഓക്കെ, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേറ്റഡ്. ദെൻ ബൈലൈൻ വന്നിരിക്കുന്നു ബൈ അനു ജോസഫ്, കൊച്ചി 12 June. The annual day celebrations was conducted in the school auditorium yesterday. Students presented dances, songs and skits. The principal appreciated the effort of teachers and students. ഒരു റിപ്പോർട്ടിംഗ് എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതിനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ക്യാച്ച് ഹെഡ്ലൈൻ കൊടുക്കണം, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ, ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ കൊടുക്കണം. ദെൻ ബൈലൈൻ വേണം, പിന്നെ പ്ലേസ് ആൻഡ് ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതർവൈസ് യു ആർ ഗോയിങ് ടു ലൂസ് മിനിമം ഓഫ് 1 മാർക്ക്. ഇതിലേതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഉറപ്പായിട്ടും നഷ്ടപ്പെടും. ദെൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. സോ ദാറ്റ്സ് അബൌട്ട് newspaper report, how to begin a newspaper report. Then depending on the question, the details, further details should be there in your answer. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഉത്തരത്തിൽ കൊടുക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഫൈൻ. Then this analysis of the report. So headline is clear, facts are organized, formal tone is used, event details are included. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ്ലൈൻ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ ഉണ്ട്. ആ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ രസകരമായ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഫാക്ട്സ് ആർ ഓർഗനൈസ്ഡ്, എന്താണ് വിഷയം എന്നുള്ളത്, എന്തിനെക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ദെൻ ഫോർമൽ ടോൺ, ഓൾവേസ് മെയിൻറ്റെയിൻ എ ഫോർമൽ ടോൺ ഇൻ യുവർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ആൻഡ് ഇവൻറ്റ് ഡീറ്റെയിൽസ് ആർ ഇൻക്ലൂഡഡ്. ഡീറ്റെയിൽസ് ആ ഇവൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Then the important question words. Okay, remember the 5 W's and 1 H. What, when, where, who, why, how. These help in writing complete reports. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്രയും കാര്യങ്ങൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലായിരിക്കണം അല്ലേ. വാട്ട്, വെൻ, വെയർ, ഹൂ, വൈ, ഹൗ. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. Hope it's clear to you all. So remember whether you have to cross check whether you have included all these details about the thing that you are reporting. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മോസ്റ്റ് പ്രോബബ്ലി ട്രൈ ടു ഇൻക്ലൂഡ് ഓൾ ദിസ് ഡീറ്റെയിൽസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ്സെൽഫ്. നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. വാട്ട്, വെൻ, വെയർ, ഹൂ, വൈ, ഹൗ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ബൈലൈൻ കൊടുത്തിട്ടുണ്ട്, ഡേ ആൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം യെസ്റ്റർഡേ അല്ലേ. അപ്പോൾ all these WH and H questions are answered here itself. Students presented dances, songs and skits. The principal appreciated the effort of teachers and students. All these questions, what, എന്ത്, when, എപ്പോൾ, where, എവിടെ, who, why, എന്തുകൊണ്ട്, and how, എങ്ങനെ. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുക. So that is a newspaper report. This help in writing complete report. Okay, hope it's clear to you all. So some common topics. നമ്മുടെ എക്സാമിന് നമുക്ക് സാധാരണ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിന് ചോദിക്കുവാൻ സാധ്യതയുള്ള ചില കോമൺ ടോപ്പിക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് ഡേയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ആവാം, റോഡ് ആക്സിഡന്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഫ്ലഡ് റിലീഫ് ക്യാമ്പ് ഓർ സം അതർ ഡിസാസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്യാമ്പിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ഡിസാസ്റ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സയൻസ് എക്സിബിഷനെ കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് ഓർ സം അതർ എക്സിബിഷനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് ചോദിക്കാം. ദെൻ കൾച്ചറൽ ഫെസ്റ്റ്, ദെൻ ട്രീ പ്ലാന്റിംഗ് പ്രോഗ്രാം, എൻവയോൺമെന്റ് ഡേ കണക്റ്റഡ് ആയിട്ടുള്ള ട്രീ പ്ലാന്റിംഗ് അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഒക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ റിമെമ്പർ ദിസ് ഓൾ ആർ ദ കോമൺ ടോപ്പിക്സ്. ഫൈൻ. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. യൂസ് ഫാക്ട്സ്.
ആദ്യം തന്നെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫാക്ട്സ് ആണ്, നമ്മൾ അവതരിപ്പിക്കുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ, നോട്ട് അവർ ഓൺ ഒപ്പീനിയൻസ്. ഡോണ്ട് റൈറ്റ് അബൌട്ട് യുവർ ഒപ്പീനിയൻ, ബട്ട് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ ഫാക്ട്സ് ഓൺലി. ഫോളോ ഫോർമാറ്റ്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോർമാറ്റ് ഫോളോ ചെയ്യണം, ഫോർമൽ ലാംഗ്വേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ്, ക്ലിയർലി, വളരെ ക്ലാരിറ്റിയോട് കൂടി ആൻസേഴ്സ് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഡോണ്ട് ആഡ് പേഴ്സണൽ ഒപ്പീനിയൻ. ഓർക്കുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, ഇവിടെ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല, ഫാക്ട്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഡോണ്ട് യൂസ് ഇൻഫോർമൽ ലാംഗ്വേജ്. ഇൻഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കുവാൻ പാടില്ല. റൈറ്റ്, ഡോണ്ട് റൈറ്റ് ലോങ് പാരഗ്രാഫ്സ്. നമ്മുടെ പാരഗ്രാഫ് ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം, വളരെ ക്ലാരിറ്റിയോടുകൂടി സിമ്പിൾ സെൻറ്റൻസസ് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ്സ് അബൌട്ട് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. സം കോമൺ മിസ്റ്റേക്സ്. മിസ്സിംഗ് ഹെഡ്ലൈൻ. പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒരല്പം സ്ട്രെസ്ഡൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഹെഡ്ലൈൻ മിസ് ചെയ്യും, വിൽ ലോസ് മാർക്സ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എങ്കിൽ ഹെഡ്ലൈൻ മിസ് ചെയ്യാൻ മറക്കരുത്. ഹെഡ്ലൈൻ മിസ് ചെയ്യരുത്, ഹെഡ്ലൈൻ മറക്കരുത്. ഓക്കെ, ഹെഡ്ലൈൻ എഴുതിയിരിക്കണം, ബൈലൈൻ എഴുതിയിരിക്കണം, പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതിയിരിക്കണം. ഓക്കെ, ദിസ് ഇസ് പാർട്ട് ഓഫ് ഫോർമാറ്റ്. സോ ഡോണ്ട് മിസ് ഹെഡ്ലൈൻ. ഇൻകറക്റ്റ് ടെൻസ് മറ്റൊരു പ്രശ്നമാണ്. ടെൻസ് ഇൻകൺസിസ്റ്റൻസി നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ പലപ്പോഴും സാധ്യതയുള്ളൊരു കാര്യമാണ്. ടെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് പ്രസന്റ് ടെൻസ് കയറി വരും, ചിലപ്പോൾ ഫ്യൂച്ചറൊക്കെ കയറി വരും. അതൊന്നും പാടില്ല. സിമ്പിൾ പാസ്റ്റ് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ സെൻറ്റൻസസ്. നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെയാണ് മിക്കവാറും എല്ലായ്പ്പോഴും എല്ലാ കേസിലും റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഫോം ഓഫ് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഓർക്കുക. ദെൻ അൺക്ലിയർ ഇൻഫർമേഷൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലോങ് ആൻഡ് കൺഫ്യൂസിങ് സെൻറ്റൻസസ് അനദർ ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സ്. ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, സിമ്പിളായിട്ട് സെൻറ്റൻസ് വായിക്കുന്നയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് തയ്യാറാക്കുന്നത്. ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് ഫാക്ട്സ് വീണ്ടും അവതരിപ്പിക്കരുത്. ആൻഡ് അവോയ്ഡ് ഒപ്പീനിയൻസ്. നമ്മുടെ ഒപ്പീനിയൻസ് ഒന്നും നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നോ ഒപ്പീനിയൻസ്, ഓൺലി ഫാക്ട്സ്. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. Okay, now so this situation, your school conducted a cleanliness drive. Include date and place, activities, participants, result of the program. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ നമ്മുടെ റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ടു ട്രൈ ഇറ്റ് ബൈ യുവർ സെൽഫ്. യുവർ സ്കൂൾ കണ്ടക്റ്റഡ് എ ക്ലെൻലിനെസ് ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അതിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഡേറ്റ്, പ്ലേസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ആക്ടിവിറ്റീസ്, എന്തെല്ലാം ആക്ടിവിറ്റീസ് അവിടെ നിങ്ങൾ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് വേണം. ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. റിസൾട്ട് ഓഫ് ദ പ്രോഗ്രാം, എന്താണ് ആ പ്രോഗ്രാമിൻ്റെ അനന്തരഫലം ഉണ്ടായത് എന്നത് നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നിങ്ങളെല്ലാവരും യു ഹാവ് ടു അറ്റംപ്റ്റ് ഇറ്റ്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ലേൺഡ്. നമ്മളിന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാമാണ്. എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു ഇറ്റ്സ് എ ഫോർമൽ റൈറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചു. ആൻഡ് ഫാക്ട് ബേസ്ഡ് ആണ്, ഫാക്ട്സ് ആണ് നമ്മൾ എഴുതുന്നത്, നോട്ട് അവർ ഒപ്പീനിയൻസ് എന്നുള്ള കാര്യം. അതിൻ്റെ ഫോർമാറ്റും സ്ട്രക്ചറും നമ്മൾ പഠിച്ചു. ഹെഡ്ലൈൻ വേണം, ബൈലൈൻ വേണം, ഡേറ്റ് ആൻഡ് ഡേറ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ ഫോർമൽ ലാംഗ്വേജ്, ദിസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിലാണ് കൂടുതലും. സെൻറ്റൻസസ് സിമ്പിൾ പാസ്റ്റിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ലാംഗ്വേജ് മസ്റ്റ് ബി ഫോർമൽ എന്നുള്ള കാര്യം. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ് ടിപ്സ്, നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യത്തെ പാരഗ്രാഫ് തന്നെ ഓൾ ദ WH ക്വസ്റ്റ്യൻസ് അല്ലേ, വാട്ട്, വെയർ, ഹൗ, ഹൂ, ഇത്തരം ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുക്കണം എന്ന കാര്യവും നമ്മൾ പഠിച്ചു. ദെൻ റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇത് നിങ്ങൾ സ്വയം അറ്റംപ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിത് സ്വയം അറ്റംപ്റ്റ് ചെയ്യുക. സോ ബിഗിൻ വിത്ത് എ catchy headline, then give a byline, then date must be there, place and date must be there, place and date must be there. Then the first paragraphil തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ WH ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒരു 1-2 പാരഗ്രാഫിലായിട്ട് കൊടുക്കുക. ആൻഡ് ഫൈനലി കൺക്ലൂഡിങ് പാരഗ്രാഫ് ഇൻ വിച്ച് ദിസ് കംപ്ലീറ്റ് റിപ്പോർട്ട്സ്, അതിൻ്റെ ഒരു സമ്മറി പോലെ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് എൻഡ് ചെയ്യിക്കുക. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സോ ദാറ്റ്സ് അബൌട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഡയറി റൈറ്റിങ്ങിലാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയറി എൻട്രിയും.
ഡയറി എൻട്രി എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബുക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയി വായിക്കുക, എടുക്കുക, വായിക്കുക. ആൻ ഫ്രാങ്കിൻ്റെ ദ ഡയറി ഓഫ് എ യങ് ഗേൾ ബൈ ആൻ ഫ്രാങ്ക്. ഓക്കെ, ദിസ് മസ്റ്റ് ബി റെഡ്. എല്ലാവരും ഇതൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. കുട്ടി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, വാട്ട് ബ്യൂട്ടിഫുൾ വർക്ക് ഇറ്റ് ഈസ്. എത്ര മനോഹരമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായൊരു പുസ്തകം. സോ ഈ ബുക്കം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡയറി റൈറ്റിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എങ്ങനെ വേണം എഴുതാൻ, എന്തെല്ലാം ആണ് എഴുതുന്നത് എന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ യു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റിനെയും കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. യെസ്, ഡയറി എൻട്രി ടിപ്സ് ടു സ്കോർ ഫുൾ മാർക്സ്. അപ്പോൾ ഡയറി എൻട്രിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വേർഡ് കൗണ്ട് മൈറ്റ് ബി ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇത്ര വേർഡ് കൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അതിന് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കീപ് ദ എൻട്രി ബിറ്റ്വീൻ 100 to 150 വേർഡ്സ്. ദാറ്റ് മൈറ്റ് ബി മെൻഷൻഡ് ദ 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് 6 മാർക്ക് ഓർ 5 മാർക്ക്, എത്രയാണോ അതിന് 100 to 150 വേർഡ്സ് might be enough. That means a long paragraph is enough. Okay, or 10 to 15 maximum sentences is enough for this. Okay, so this tense-നെ കുറിച്ച് പറയുമ്പോൾ, yes, use simple past tense since you are recounting an event that already occurred. ഇവിടെയും ഡയറി എൻട്രി ആകുമ്പോഴും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എഴുതുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയത്താണ് സാധാരണ നമ്മൾ ഡയറി എൻട്രി എഴുതുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ആ പർട്ടിക്കുലർ ഡേയെ കുറിച്ചുള്ള ഒരു എൻട്രി ആയിരിക്കും നമ്മൾ ഡയറി എൻട്രി ആയിട്ട് എഴുതുന്നത്. റിഫ്ലക്ഷൻസ്, ഓക്കെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഒക്കെയാണ് നമ്മുടെ ഡയറി എൻട്രിയിൽ വരാൻ പോകുന്നത്. ഇത് ന്യൂസ് റിപ്പോർട്ടിങ്ങും ഡയറി എൻട്രിയും തമ്മിലുള്ള ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഓർ ദ മെയിൻ ഡിഫറൻസ്. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വി ആർ റിപ്പോർട്ടിംഗ് ഫാക്ട്സ്, വി ആർ റൈറ്റിംഗ് ഫാക്ട്സ്. അവിടെ നമ്മൾ ഫാക്ച്വൽ ഇവൻറ്റ്സ് ആണ്, ഫാക്ട്സ് ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ റിഫ്ലക്ഷൻസ് ആണ്, നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ഡയറി എൻട്രിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നത് ഓർക്കുക. സോ ദിസ് ടെൻസ് അഗെയിൻ ഇവിടെയും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡയറി എൻട്രിയിലും മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇസ് യൂസ്ഡ്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഷോ, ഡോണ്ട് ടെൽ. ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി സ്റ്റേറ്റിംഗ് I was happy, describe your emotion with vivid details. വെറുതെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങൾ പറയാതെ ഐ വാസ് ഹാപ്പി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതായിട്ട് ഇമോഷൻസ്, നമ്മുടെ അനുഭവം വളരെ വിവിഡായിട്ട്, വളരെ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ദാറ്റ്സ് കീ തിങ് അബൌട്ട് എ ഡയറി എൻട്രി. സോ ദിസ് എൻട്രീസ് മസ്റ്റ് ഇൻക്ലൂഡ് എ ഡേറ്റ്, ഡേ ആൻഡ് ടൈം ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും ഡേറ്റ്, ഡേ ആൻഡ് ടൈം. ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിയർ ടു ദ മാർജിനിൽ തന്നെ നിങ്ങൾക്ക് ഡേറ്റ്, ഡേ, ടൈം ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ സല്യൂട്ടേഷൻ, ദാറ്റ് ഈസ് ആക്ച്വലി ഓപ്ഷണൽ, ബട്ട് ബെറ്റർ യു ഇൻക്ലൂഡ് എ സല്യൂട്ടേഷൻ ഓൾസോ. ഡിയർ ഡയറി എന്ന ഒരു സല്യൂട്ടേഷൻ കൂടി കൊടുക്കുക. അത് ഇല്ല എങ്കിലും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ ബിക്കോസ് ഇറ്റ്സ് ഓപ്ഷണൽ ഓൺലി. സോ അപ്പോൾ ഒരു സല്യൂട്ടേഷനും കൂടെ കൊടുക്കുക, ദാറ്റ്സ് ബെറ്റർ. ആൻഡ് എൻഗേജിങ് ബോഡി ആൻഡ് സിഗ്നേച്ചർ. സോ അത് കഴിഞ്ഞ് നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ റിഫ്ലക്ഷൻസ് ആണ്, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടേതായ ഒപ്പീനിയൻസ്, ഇതെല്ലാമാണ് നമ്മുടെ ഡയറി എൻട്രിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യം. ആൻഡ് ഫൈനലി പുട്ട് യുവർ സിഗ്നേച്ചർ ഓർ യുവർ നെയിം അറ്റ് ദ ബോട്ടം. നിങ്ങളുടെ പേരെഴുതി നിങ്ങൾക്ക് ഡയറി എൻട്രി എൻഡ് ചെയ്യാം. ദാറ്റ്സ് എ ഫോർമാറ്റ് ഓഫ് ഡയറി എൻട്രി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യുവർ. ഡയറി എൻട്രി എന്താണെന്നും എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം. സോ ഡേ ആൻഡ് ഡേറ്റ് മസ്റ്റ് ബി ദെയർ. ഫ്രൈഡേ 15th August 20, then the date, the year. Okay, that the day and date. Day and date must be there. Then time. എപ്പോഴാണോ എഴുതുന്നത് അതുകൂടി മെൻഷൻ ചെയ്യാനായിട്ട് ഓർത്തിരിക്കുക. 10 PM മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നൈറ്റ് ടൈംസ് ആയിരിക്കും, 8, 9, 10 PM. ഓക്കെ, കിടക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് സാധാരണ റിഫ്ലക്റ്റീവ് ഡയറീസ് നമ്മൾ എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഒരു ടൈം മെൻഷൻ ചെയ്യാനായിട്ട് ഓർക്കുക. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ ഡയറി എന്നോ ഡിയർ കിറ്റി എന്നോ. ഓക്കെ, നമ്മുടെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിയർ കിറ്റി എന്ന് പറഞ്ഞാണ് അവരെല്ലാ പേജും ഓപ്പൺ ചെയ്യുന്നത്. സോ സംതിങ് ലൈക്ക് ദാറ്റ്, ഡിയർ ഡയറി എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി പാർട്ടിലേക്ക് പോവുക. അപ്പോൾ ബോഡി പാർട്ടിൽ ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ടുഡേ ഐ വാസ് ഹാപ്പി. 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 ടുഡേ ഐ വാസ്
I am just pondering over the condition of India. We are about to complete 70 years of independence, but where have we reached? Every year we commemorate the sacrifice made by our freedom fighters on this past national festival. We flags, sing patriotic song, and show off our patriotism by posting patriotic images on social media, and the next day we discard those flags in the drains. When I see the heaps of garbage everywhere, small kids working as child laborers, people dying because of lack of food or medical treatment, discrimination against women, I feel ashamed of myself. So as I have told, here we are not writing the facts. നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൊക്കെ ചെയ്തതുപോലെ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻസ് അല്ല, ഫോമൽ ലാംഗ്വേജ് അല്ല, നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ, ദ സിംപ്ലസ്റ്റ് ലാംഗ്വേജ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും സരളമായ ഭാഷയിൽ, ദ വേർഡ്സ് വിച്ച് ആർ ഫെമിലിയർ ടു അസ്, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഡയറി റൈറ്റിംഗ് നമുക്ക് എഴുതാം. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അബൌട്ട് ഡയറി റൈറ്റിംഗ്. ഡയറി റൈറ്റിംഗ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഏറ്റവും എളുപ്പം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് സെക്ഷൻ ആണ്. ബിക്കോസ് ദ ലാംഗ്വേജ് ക്യാൻ ബി വെരി സിമ്പിൾ. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാം. നോ ഫോമൽ ലാംഗ്വേജ് റിക്വയർഡ്, ആൻഡ് ഡോണ്ട് യൂസ് ഫോമൽ ലാംഗ്വേജ് ഓൾസോ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫാക്ട്സ്, ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ, യുവർ ഇമോഷൻസ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ റിഫ്ലക്ഷൻസ്, നമ്മുടെ പ്രതികരണങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഡയറി എൻട്രിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഫൈൻ, നമുക്കൊരു ടോപ്പിക് നോക്കാം. യു റീസെൻ്റ്ലി വിസിറ്റഡ് എ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് ഓർ ഹിൽ സ്റ്റേഷൻ വിത്ത് യുവർ സ്കൂൾ ആൻഡ് വിഷ് ടു റെക്കോർഡ് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്, നിങ്ങളുടെ ഒരു ഹിൽ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു മോണ്യുമെൻറ്റോ വിസിറ്റ് ചെയ്തതിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എന്ന് കരുതുക. അപ്പോൾ അവിടെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ അഗെയിൻ ആരംഭിക്കുന്നത് ഡേ and date, Tuesday 9 June 2026, time 9 p.m. Then a salutation, dear diary. Today was one of the most thrilling days of my life. നമുക്ക് മിക്കവാറും നമ്മുടെ ഡയറി എൻട്രീസ് എല്ലാം ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ഡയറി എൻട്രി ആയിരിക്കാം നമുക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Today was one of the most thrilling days of my life. Our school organized a trip to the majestic Taj Mahal in Agra. I had only ever seen it in textbooks, but witnessing it with its white marble grandeur in person left me completely awestruck. We reached Agra early in the morning and spent hours exploring the monument with our history teacher narrating fascinating stories about its construction. Walking through the garden and feeling the cool breeze from the Yamuna river was incredibly refreshing. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഡയറി എൻട്രി എഴുതുമ്പോൾ കുറച്ചുകൂടി ദിസ് ഇമേജ് ഇവോക്കിംഗ് വേർഡ്സ് ഇവിടെ ഓർ സെൻറ്റൻസസ് ലൈക്ക് വാക്കിംഗ് ത്രൂ ദ ഗാർഡൻസ് ആൻഡ് ഫീലിംഗ് ദ കൂൾ ബ്രീസ് ഫ്രം ദ യമുന റിവർ വാസ് incredibly refreshing. I took dozens of photographs with my friends and we even tried the famous Agra ka peda. This trip was a perfect blend of learning and fun. I will cherish these memories forever. Signing off for now, Rohan. So this is a good example for a diary in diary writing, diary entry. ഒരു ഡയറി എൻട്രിയുടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഇൻഫോർമൽ ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിലുള്ള സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന അതേ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ്. നമ്മുടെ അനുഭവം നമ്മുടേതായ ഭാഷയിൽ നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യെസ്, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. സോ ദാറ്റ്സ് അബൌട്ട് ഡയറി എൻട്രി. ആൻഡ് സോ ഹിയർ വി ഡിസ്കസ്ഡ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ഡയറി എൻട്രി. രണ്ടിലും ഒരു കാര്യം കോമൺ ആണ്. എന്താണ്? രണ്ടും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ കൂടുതൽ എഴുതാൻ പോകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇസ് എ ഫോമൽ റൈറ്റിംഗ്, ഫോമൽ ലാംഗ്വേജ് ഇസ് യൂസ്ഡ്. ദെൻ ഡയറി എൻട്രി ആകുമ്പോൾ ഇറ്റ്സ് ഇൻഫോമൽ ലാംഗ്വേജ്, ഇൻഫോമൽ റൈറ്റിംഗ് ആണ്. നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നിൽ ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ ഫാക്ട്സ് ആണ് എഴുതുന്നത് എങ്കിൽ ഡയറി എൻട്രിയിൽ വരുമ്പോൾ യെസ്, ഇറ്റ്സ് അവർ റിഫ്ലക്ഷൻസ്, അവർ ഓൺ ഇമോഷൻസ്,
ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും രണ്ടും എന്താണെന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വി ഡിസ്കസ് ദ ഫോർമാറ്റ്, വി ഡിസ്കസ് ദ എക്സാമ്പിൾ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. രണ്ടിൻ്റെയും ഫോർമാറ്റും എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഐ ഹവ് ഗിവൺ യു സം വർക്ക്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിനൊരു വർക്ക് ഞാൻ തന്നിട്ടുണ്ട്. എല്ലാവരും അത് അറ്റംപ്റ്റ് ചെയ്യണം. യു ഓൾ മസ്റ്റ് ട്രൈ ഇറ്റ്. ആൻഡ് ഇത് രണ്ടും വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന റൈറ്റിംഗ് ആണ്. യു വിൽ ഗെറ്റ് 5 or 6 എത്രയാണോ മാർക്ക് അത് ഫുള്ള് കിട്ടാൻ പറ്റുന്ന വളരെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 റൈറ്റിംഗ് ആണ്. അതിൽ ഡയറി എൻട്രി ഈസ് വെരി ഈസി ടു സ്കോർ മാർക്സ്, ടു സ്കോർ ഫുൾ മാർക്സ്. ഫോർമാറ്റ് തെറ്റിക്കരുത്. രണ്ടിൻ്റെയും ഫോർമാറ്റിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഓർക്കുക, റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഹെഡ്ലൈൻ, ബൈലൈൻ, പ്ലേസ് ആൻഡ് ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഡയറി എൻട്രി വരുമ്പോൾ ഡേറ്റ്, ഡേ ആൻഡ് ഡേറ്റ്, ടൈം, പിന്നെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ ഡയറി, ദറ്റ്സ് ആൻ ഓപ്ഷണൽ തിങ്. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ റിപ്പോർട്ട് വരുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തെല്ലാമാണോ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ, ഹൂ, വെയർ, വാട്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത 2 പാരഗ്രാഫ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ആൻഡ് ഫൈനലി ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് കൊടുത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്നാൽ ഡയറി എൻട്രിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് വെരി ഇൻഫോർമൽ. നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ രീതിയിൽ നമുക്കത് എഴുതാം. ആൻഡ് സ്ട്രിക്ട്ലി ദിസ് 100-150 ദിസ് വേർഡ്സിൽ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഉത്തരം. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ആൻസർ ഓർ ദ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് എഴുതി നമ്മുടെ ആൻസർ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് 2 വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ്. That one is diary entry, the other is newspaper reporting. So signing off today. We'll meet you in with the next session soon. Till then, bye. Thank you all. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന്